ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം എൻ്റെ ജീവിതത്തിൽ എന്താണ് വളരെയധികം ചലനം സൃഷ്ടിച്ച ഒരു ഗെയിമാണ്. കാര്യം ഞാൻ ചെറുപ്പകാലം തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിമായിരുന്നു. അതേസമയം ഇത് പ്രൊഫഷണലായിട്ടൊന്നും അല്ല ആരും പഠിപ്പിച്ചേക്കുന്നത്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കളിക്കും. ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുമാത്രം വേസ്റ്റഡ്, അതായത് എത്രയോ വാല്യുബിൾ ടൈം അത് കളിക്കേണ്ട രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ പോയേനെ. ഇത് ഏറ്റവും അൺപ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ കോർക്ക് ബോൾ വെച്ചിട്ടും പലപ്പോഴും ഒരു പ്രോപ്പർ ബാറ്റ് പോലും കാണത്തില്ല, പ്രോപ്പർ പിച്ചായിരിക്കത്തില്ല. ഒരു രീതിയിലും ഒരു പ്രൊഫഷണൽ രീതി അല്ലാത്ത രീതിയിലാണ് നമ്മൾ കളിച്ച് എത്രയോ അവേഴ്സ് നമ്മളത് വേസ്റ്റാക്കി കളഞ്ഞു. ഒടുവിൽ അത്തരം ഒരു കളിയിൽ വെച്ചിട്ട് ഞാൻ പ്രീ ഡിഗ്രി കഴിയുന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് കളിക്കുന്നതിനിടയിൽ ഞാൻ പല്ലിന് ക്ലിപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫീൽഡ് ചെയ്യുന്നതിനിടയിൽ ഈ ബോൾ വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഈ ക്ലിപ്പിൻ്റെ അടുത്തേക്ക് വന്നിടിക്കുകയാണ്. ഈ പല്ലുകൾ മൊത്തം അങ്ങ് ഇളകുകയാണ്. എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് സൂയിസൈഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതെന്നാണ്. കാര്യം മുഖം അത്രയും വികൃതമായി പോയി. അപ്പം എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടർ ആദ്യം പറയുന്നത് ഈ പല്ലുകൾ മൊത്തം എടുത്ത് കളയണം. കാര്യം ഈ ബ്രേസസ് ഇട്ടേക്കുന്നതുകൊണ്ട് എല്ലാ പല്ലും ഇളകി. അപ്പോൾ എൻ്റെ അച്ഛൻ വന്നിട്ട് ഇപ്പോഴും ചോദിക്കുന്ന ഓർമ്മയുണ്ട് ഡോക്ടറോട്, ഡോക്ടറെ അവൻ ഇത്രയും ചെറുപ്പമല്ലേ, എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? ഡോക്ടർ പറഞ്ഞു, ഞാൻ പണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കണ്ടുള്ളപ്പോൾ ഒരു കേസ് ഇങ്ങനെ നോക്കി, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. എനിക്ക് പുള്ളി ചെയ്ത് കഴിഞ്ഞപ്പം വായടയ്ക്കാനും വയ്യ, മുഖം മുഴുവൻ നീരായി. ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ തന്നെ പേടിച്ചു എന്നെ കണ്ടിട്ട്. ആ അവസ്ഥയായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുമ്പം എല്ലാവരും വന്ന് സഹതാപത്തോട് ഇങ്ങനെ എന്നെ വന്ന് നോക്കുന്നത് കാണുമ്പം ഞാൻ പിന്നെ ഇനി എന്തിനാണ് ഈ ഒരു കോലത്തിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്, എന്തിനാണെന്ന് ഞാൻ ആ ചെറുപ്രായത്തിൽ ഇങ്ങനെ ആലോചിക്കുക. പക്ഷേ ഞാൻ ആലോചിച്ച് പക്ഷേ ഇതും കൊണ്ട് അവസാനിക്കുന്നില്ല, ഒരു അവസാനം പിടിവള്ളി എവിടെയെങ്കിലും കാണുമല്ലോ. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു എനിക്കൊരു ഇല്ലൻ്റ് വേണമെന്ന് പറഞ്ഞ്. അമ്മ ഒരു ഇല്ലൻ്റ് സംഘടിപ്പിച്ച് ഞാൻ അതിനകത്ത് എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡോക്ടറെ അഡ്രസ്സ്, ഡോക്ടറെ വീടറിയാം എൻ്റെ ഈ ക്ലിപ്പിട്ട, പക്ഷേ ഡോക്ടറെ വീട്ടുപേരൊന്നും അറിയില്ല. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഡോക്ടറുടെ പേരും ആ സ്ഥലത്തിൻ്റെ പേരും എഴുതിയിട്ട് ഞാൻ എഴുതി, ഡോക്ടറെ ഞാനൊരു ആക്സിഡൻറ്റിലാണ്, എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അത്രയും വികൃതമായിപ്പോയി എൻ്റെ മുഖം എന്നും പറഞ്ഞുകൊണ്ട്. അന്ന് ഈ ഫോട്ടോ എടുത്ത് അയക്കാനൊന്നും മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇത്ര എഴുതി ഈ ലെറ്റർ പോസ്റ്റ് ചെയ്തു. ഞാനിത് പോസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം ഡോക്ടറെ കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ അന്നേരം തന്നെ അയച്ചു. മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസമോ എനിക്ക് ഡോക്ടർ തന്നെ മറുപടി വന്നു. അപ്പോൾ ഞാൻ അന്നേരം ഹോസ്പിറ്റലിൽ തന്നെയാണ്. അടുത്ത ബസ്സിന് അടുത്ത വണ്ടി ഇങ്ങനെയാണ് പുള്ളി എഴുതിയേക്കുന്നത്, അടുത്ത വണ്ടി പിടിച്ച് ട്രിവാൻഡ്രത്തിന് വരിക. അപ്പോൾ എന്നെ അന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ്, വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അത് മൊത്തം നീരായിട്ടിരിക്കുക. ഞാൻ വൈകിട്ട് വീട്ടിൽ വന്ന് രാവിലെ 6 മണിക്ക് ട്രിവാൻഡ്രത്തിനൊരു ബസ്സുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് ഒറ്റയ്ക്കാണ്, അത് ചെറുപ്പമാണ്. ഞാൻ അവിടുന്ന് ട്രിവാൻഡ്രത്ത് പോയി. ആദ്യം ഡോക്ടറെ കണ്ട് ഡോക്ടർ അന്നേരം തന്നെ ഡോക്ടർക്ക് വിഷമമായ കാര്യം, ഡോക്ടർ ഏതാണ്ട് 1 വർഷത്തോളം കഷ്ടപ്പെട്ട് ഈ ബ്രേസസൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഈ ബോൾ ഇടിക്കുന്നത്. ഡോക്ടർ അന്നേരം തന്നെ എന്നെ ഡോക്ടറെ സ്കൂട്ടറെ കയറ്റി കൊണ്ടുപോയിട്ട് ഒരു എക്സ്റേ ലാബിൽ പോയി ഇത് എക്സ്റേ എടുത്തപ്പോഴാണ്. അപ്പോൾ അതുവരെ എൻ്റെ എക്സ്റേ പോലും എടുത്തിട്ടില്ല ഈ ആദ്യത്തെ ഡോക്ടർ. ഇതിൻ്റെ അടിയിൽ ഇത്ര ഗ്യാപ്പ് കിടക്കുകയാണ് പല്ലുകളുടെ എല്ലാം. അത് അടുത്ത 1-2 ദിവസം മൊത്തം പഴുക്കും. പിന്നെ അത് ആകെ കുഴപ്പമാകുന്ന കേസാണ്. പല്ലും പോവും, അതിനോടൊപ്പം തന്നെ മോണയ്ക്കൊക്കെ പ്രശ്നമാകും. ഡോക്ടർ പറഞ്ഞു, ഇത് ആരാണ് ചെയ്തേക്കുന്നത്, ഇത് ഡോക്ടർ തന്നെയാണ്, ഏതെങ്കിലും ഡോക്ടർ തന്നെയാണോ ഇത് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു. അത്ര അൺപ്രൊഫഷണലായിട്ടാണ് ഇതിട്ടിരിക്കുന്നത്. അങ്ങനെ അന്ന് തന്നെ ഡോക്ടർ പ്രൊഫസറുണ്ട്, ഡോക്ടർ ഭട്ട് എന്ന് പറഞ്ഞിട്ട് വേണ്ടതുള്ള ഡോക്ടർ ഭട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അന്ന് ഈവനിങ് തന്നെ അന്ന് ഈവനിങ് 4 o'clock സർജറി വെച്ചു. ഒരു 6 മണിയായപ്പോഴത്തേക്ക് സർജറി എല്ലാം കഴിഞ്ഞ് ഡോക്ടർ എന്നെ ഈ കണ്ണാടി എടുത്ത് കാണിക്കുമ്പം ഈ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഒരു പല്ല് പോലും പോയില്ല. എൻ്റെ പല്ല് തന്നെ തിരിച്ച് അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു, പക്ഷേ 5 വർഷം എടുക്കുമെന്ന് പറഞ്ഞു ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയാൻ. 5 വർഷം ട്രീറ്റ്മെൻറ്റും 10 വർഷം ഗ്യാരണ്ടിയാണ് തന്നെ. പക്ഷേ ഇന്നിപ്പം ഏതാണ്ട് 40 വർഷം കഴിഞ്ഞു, ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ ക്രിക്കറ്റ് മൂലം ഞാൻ അനുഭവിച്ച ഒരു 5 വർഷത്തെ ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചു. ഭയങ്കര പെയിനും എല്ലാം, ഒരു മാനസിക സമ്മർദ്ദവും. പക്ഷേ അതിനുശേഷം ഞാൻ ക്രിക്കറ്റിൽ നിന്നും കാര്യം പേടിയായിപ്പോയി. കാര്യം കഴിവതും ഒരു ആക്റ്റീവ് ഗെയിമൊക്കെ വല്ലപ്പോഴും ഇടയ്ക്ക് തമാശയ്ക്ക് കളിക്കുന്നല്ലാതെ സീരിയസ് ആയിട്ടുള്ള കളിയൊക്കെ നിർത്തി. പക്ഷേ ഞാൻ മറ്റുള്ളവരെ മോൾഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ അങ്ങനെ
ഞാൻ കൈപിടിച്ച് കയറ്റിയ ഒരു വ്യക്തിയുണ്ട്, ഞങ്ങളുടെ ഇപ്പോഴത്തെ നമ്പർ 2 ഓഫ് ദ കമ്പനി. ഞങ്ങളുടെ ക്രിക്കറ്റിൻ്റെ എല്ലാമായ ഡോക്ടർ പ്രഭിരാജ് ഉണ്ട്. പുള്ളി ഞാനാണ് പിടിച്ച് കയറ്റുന്നത്. ഫുൾ അങ്ങനെ ഒരുപാട് പേരെ ഇങ്ങനെ ക്രിക്കറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ശ്രമം. നമ്മളെ കൊണ്ട് സംസാരിച്ചോ അല്ലെങ്കിൽ ഒരു സാമ്പിൾ കാണിച്ചോ പിന്നെ പറ്റത്തുള്ളൂ, അല്ലാതെ വലിയൊരു കളിക്കാരനായിട്ട് മാറാനെന്നുള്ള അവസ്ഥയില്ല. പക്ഷേ ഈ ക്രിക്കറ്റ് ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഞാൻ സ്ഥാപനം ഞാൻ ഈ ക്രിക്കറ്റിലൂടെയും പഠിച്ച കാര്യങ്ങളുണ്ട്. ഈ നാടകം കളിച്ചപ്പോൾ ലീഡർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നവരെയാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്രിക്കറ്റിനുള്ളൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാതെ ഒരു ക്രിക്കറ്റ് വെറുതെ കളിച്ചാൽ മാത്രം പോരാ, ക്രിക്കറ്റിൻ്റെ ഒരു ക്യാപ്റ്റനാവാൻ ശ്രമിക്കണം. നിങ്ങളൊരു ക്യാപ്റ്റനാവാൻ ശ്രമിക്കുമ്പം കാര്യം നമ്മളൊരു ടീം ബിൽഡ് ചെയ്യണം ആദ്യം. അതിനകത്ത് ബാറ്റ്സ്മാനും ബൗളറും, ഒരു വിജയിക്കണമെങ്കിൽ നല്ല ബാറ്റ്സ്മാൻ വേണം, നല്ല ബൗളർ വേണം, കീപ്പർ വേണം. ഇവരെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം, ഇവരെ മോട്ടിവേറ്റ് ചെയ്യണം, ഇവരെ തമ്മിൽ തല്ലുകൂടാതെ നോക്കണം. ഇത് കഴിഞ്ഞിട്ട് എന്താണ് ഒരു ഡിസിഷൻ മേക്കിംഗ്, ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ആര് ബാറ്റ് ചെയ്യണം, ബൗൾ ചെയ്യണം, ഓരോ ബോളിനും എവിടെ ഫീൽഡ് ചെയ്യണം, ടാർഗറ്റ് ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അനലിറ്റിക്കൽ മൈൻഡ് ഉണ്ടാവണം, ലോഗിങ് സിസ്റ്റം ഉണ്ട്. ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള എന്താണ് ISO സിസ്റ്റം പോലെയാണ് ഇത്. ഡേറ്റ ഫീഡിങ് മൊത്തമുണ്ട്. ഇതൊരു ജെൻറ്റിൽമാൻസ് ഗെയിമാണ്. സേഫ്റ്റി ഗിയേഴ്സ് എല്ലാം ആവശ്യമുണ്ട്. അങ്ങനെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളറിയാതെ ഈ ക്രിക്കറ്റിലൂടെ ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏരീസ് തുടങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ആദ്യം സെലക്ട് ചെയ്തതിലൊന്നായിരുന്നു ഈ ശ്രീ പ്രഭിരാജ്. അതിനുശേഷം പല ക്യാമ്പസുകളിലെയും ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻസിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇവരാണ് ഇന്ന് ഏരീസിൻ്റെ ഏറ്റവും മികച്ച ഡിവിഷൻ ഹെഡ്സ്. കാര്യം അവരറിയാതെ ഈ ടീം ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവർ ചെയ്യേണ്ട ജോബ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. അല്ലാതെ ഇവരുടെ ക്യാരക്ടർ മോൾഡിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല വെരി ഫൈൻ ട്യൂൺഡ് ക്യാരക്ടേഴ്സ്. കാര്യം നല്ലൊരു ക്യാരക്ടർ അല്ലാത്ത ഒരാളെ ഒരിക്കലും ഒരു ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിട്ട് മറ്റ് അംഗങ്ങൾ അംഗീകരിക്കത്തില്ല. കാര്യം ഇറ്റ്സ് എ ജെന്റിൽമാൻസ് ഗെയിം. അവിടെ ഏറ്റവും അവരെക്കാളും മികച്ചൊരു വ്യക്തി ആയിരിക്കണം ക്യാപ്റ്റൻ. അപ്പം ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതാണ് ഈ ക്രിക്കറ്റ്. ഞങ്ങൾക്ക് ഇൻറ്റേർണൽ ലീഗുണ്ട്. അപ്പോൾ ഇത്രയും നല്ല നല്ല പ്ലേയേഴ്സിനെ നമ്മൾ പലയിടത്തുനിന്ന് എടുത്ത് വന്നപ്പോഴത്തേക്ക് ഇവർ ചെറിയ ഗ്രൗണ്ടിലൊന്നും കളിക്കത്തില്ല. അവർ ഇപ്പോൾ ഷാർജയിലൊക്കെ ആണെങ്കിൽ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയമൊക്കെ എടുത്തിട്ടാണ് ഇവരുടെ മാച്ച് നടത്തുന്നത്. ഞങ്ങളുടെ ഇൻറ്റേർണൽ ലീഗുണ്ട്, അവിടെ ഓപ്ഷനുണ്ട്. അല്ല, അതൊരു വീക്കെൻഡ് മെയിൻ ഗെയിം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിനാണ്. ആനുവൽ മേജർ ഗെയിംസ് ഉണ്ട്. ഇത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അടുത്ത ലെവലിലേക്ക് നമുക്ക് കയറണമല്ലോ. ഒരു എക്സ്പെക്റ്റേഷൻ ഓഫ് ദ പീപ്പിൾ ഡിഫറെൻ്റായി. ഒരാളെങ്കിലും നമുക്ക് നാളെ എവിടെയെങ്കിലും ക്ലബ്ബിൽ കളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിം ആഫ്രോ എന്ന് പറഞ്ഞുകൊണ്ട് ആഫ്രിക്കയിൽ T10 ഉണ്ട്, അതിൻ്റെ ടീം. അവരെല്ലാം ബ്രാൻഡഡ് പ്ലേയേഴ്സാണ് വരുന്നത്. എന്താണ് ഊത്തപ്പയും യൂസഫ് പത്താൻ, അങ്ങനെയുള്ള ഇന്ത്യൻ ടീമിലുള്ള പഴയ ലെജൻഡ്സ് എല്ലാവരും വരുന്നുണ്ട്. മോർഗൻ വരുന്നുണ്ട്, അങ്ങനെ സാമി വരുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് കൺട്രീസിലെ ലെജൻഡ്സ് എല്ലാം വരുന്നുണ്ട്. അവരോടൊപ്പം കഴിഞ്ഞ തവണ അവിടെ പങ്കെടുത്തു, വളരെ ക്ലോസായി. ക്രിക്കറ്റിനോട് കുറച്ചുകൂടെ അടുത്തപ്പോഴാണ് കേരള ക്രിക്കറ്റ് ലീഗ് വരുന്നത്. അപ്പം കേരള ക്രിക്കറ്റ് ലീഗ് വരുന്നതോടുകൂടി ഞങ്ങളുടെ നാട് കൊല്ലം ജില്ലയിലാണ്. അപ്പം കൊല്ലം ടീം നമ്മളെടുത്തു. അത് വാശിയേറിയ മത്സരമാണ്. അപ്പോൾ നമ്മൾ ടീം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന വാക്ക് തന്നെ, നിങ്ങൾ നാളെ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചാൽ നെക്സ്റ്റ് ഡേ കം ആൻഡ് ജോയിൻ ഏരീസ്. കാര്യം നിങ്ങൾ ഓൾറെഡി ഇവരെല്ലാം ഡിഫറെൻറ്റ് ക്യാമ്പസുകളിലെ ക്യാപ്റ്റന്മാരാണ്. അവരുടെ ഉള്ളിൽ ലീഡർഷിപ്പ് സ്കില്ലുണ്ട്. അപ്പം ഈ ജോബ് ഗ്യാരണ്ടി കൊടുത്തു. അങ്ങനെ ഏറ്റവും മികച്ച ടീമിനെ നമ്മൾ കണ്ടെത്തി. കഴിഞ്ഞ കഴിഞ്ഞ ദിവസം മത്സരം കഴിഞ്ഞതേ ഉള്ളൂ. വി വോൺ ഇറ്റ് ഏറ്റവും കൺവിൻസിങ് രീതിയിൽ, ഏറ്റവും ഹയസ്റ്റ് സ്കോർ ചേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫൈനൽസ് വിജയിച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾ ക്രിക്കറ്റിനെ കാണുന്നത് ആ രീതിയിലാണ്. ഞങ്ങളുടെ ഒരു ഇൻഹൗസിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ വളർത്താൻ സഹായിച്ചത് ക്രിക്കറ്റാണ്. അത് ഇനി ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ട സമയമാണ്. അത് ഒരു എൻ്റർടൈൻമെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതുപോലുള്ള ഗെയിംസിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നു. മാത്രമല്ല നാളെ സ്കൂളുകളിലും കോളേജുകളിലും ക്രിക്കറ്റ് ടീം, ക്രിക്കറ്റിൻ്റെ ക്ലബ്സ് നമുക്ക് ഫോം ചെയ്യണം. ഞങ്ങൾക്ക് ഫാൻ ക്ലബ്ബായിട്ട് അതിനെ മാറ്റാം. അതേസമയം ക്രിക്കറ്റിന് ഇത്രയും സാധ്യതകളുണ്ടെന്ന് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഇതെങ്ങും അക്കാഡമിക്സിൽ പറയുന്നില്ല, ഒരു PT മാഷും പറയുന്നില്ല. ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ മനസ്സിലാക്കണം. നാളെ നിങ്ങൾ ക്രിക്കറ്റിലോട് ഒരു പാഷൻ വന്നു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ആവാനല്ല ശ്രമിക്കേണ്ടത്, ക്രിക്കറ്റിനോട് പാഷൻ ഉണ്ടാവുക. നിങ്ങൾ 0.01% ചിലപ്പോൾ നിങ്ങൾ വിരാട് കോഹ്ലി ആവാനുള്ള ചാൻസ് ഉണ്ടാകും. പക്ഷേ ക്രിക്കറ്റിൽ പാഷനുള്ളവന് ക്രിക്കറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ
22 പേര് കളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ 20,000 പേര് കളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് അത്രയും വലിയ ഇൻഡസ്ട്രിയാണ് എന്നുള്ളൊരു ബോധം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അപാര സാധ്യതകളാണ്. അത് തിരിച്ചറിയാൻ വേണ്ടി ആണ് ഈ ക്രിക്കറ്റിനെ ബ്രാൻഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. അടുത്ത ഏതാനും വർഷം കൊണ്ട് കേരളത്തിലുള്ള എല്ലാ സ്കൂളിലും കോളേജിലും ഇതിൻ്റെ ക്ലബ്സ് ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ്. കുട്ടികൾ ഒരിക്കലും ഞങ്ങളൊക്കെ ചെയ്തതുപോലെ 1 മിനിറ്റ് അല്ല 1 മണിക്കൂർ ക്രിക്കറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ വേയിൽ, പ്രോപ്പർ പിച്ചിൽ, പ്രോപ്പർ ഗിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അത് കളിക്കാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഈ എയിംറി എന്ന് പറയുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള ഒരു റീസൺ, മേജർ റീസൺ വെച്ചാൽ ഞാൻ ഒരുപാട് ഇന്നൊവേറ്റീവ് പ്രോഡക്ട്സും ഇന്നൊവേറ്റീവ് കൺസെപ്റ്റും എൻ്റെ ലൈഫിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഇതുവരെ ഓൾമോസ്റ്റ് 300ഓളം കൺസെപ്റ്റ്സ്, പ്രോഡക്ട്സ്. ഇതിനകത്ത് പലതും നമ്മൾ റിയൽ പ്രോഡക്ട്സ് ആക്കിയിട്ടുണ്ട്. പലതും ആക്ച്വലി അത് ടേക്കപ്പ് ചെയ്യാനുള്ള പ്രോജക്റ്റ് മാനേജേഴ്സ് ഇല്ലാത്തതുകൊണ്ട് വഴി കിടക്കുന്ന പ്രോജക്ട്സ് ഉണ്ട്. അതിലൊരു ഏറ്റവും ബ്യൂട്ടിഫുൾ പ്രോജക്റ്റ് ഞാൻ പറഞ്ഞുതരാം. സോളാർ AC വെടി. ഇപ്പോൾ എനിക്കിങ്ങനെ ഈ പലയിടത്തും പോയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അർദ്ധരാത്രി ആയിരിക്കും ചിലപ്പം തോന്നുന്നത്, ഒരു കൺസെപ്റ്റ് വരും. അത് അന്നേരം തന്നെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ആരെങ്കിലും ഞാൻ വിളിച്ച് പറയും, അത് തുടങ്ങാൻ പറയും. ചിലപ്പോൾ 12 മണിക്കായിരിക്കും എനിക്ക് തോന്നുന്നത്. അന്നേരം തന്നെ ചിലപ്പം ഏതെങ്കിലും കൺട്രി ഇരിക്കുമ്പോഴായിരിക്കും ഞാൻ വിളിച്ച് പറയുന്നത്. അപ്പം ഇവിടെ വർക്കിംഗ് അവേഴ്സുള്ള ഏതെങ്കിലും ഓഫീസ് ഉണ്ടാവും, അവിടെ വിളിച്ച് പറയും, സ്റ്റാർട്ട് ചെയ്യാൻ പറയും. അതിലൊന്നായിരുന്നു സോളാർ AC വെഡ്. കാര്യം ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ആലോചിക്കുന്നത്. അപ്പോൾ എവിടെയോ ഇരുന്നപ്പം ഇതുപോലെ ഒരു ടൂറ് പോയപ്പോഴും കണ്ടാണ്, ഒരു റിമോട്ട് ഏരിയയിൽ പോയപ്പോൾ അവിടെ കറണ്ടില്ല, വലിയ പ്രോബ്ലം, കൊതുകടിയും കൊണ്ട് AC ഇല്ല, ഒന്നുമില്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് സോളാർ AC വെഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നത്. കാര്യം നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി എന്തിനാണ് നമ്മളുടെ എല്ലാവർക്കും ആഗ്രഹമാണ് AC കിടന്നുറങ്ങണം എന്നുള്ളത്. AC കിടന്നുറങ്ങണം, കൊതുകടി കൊള്ളരുത്, സുഖമായിട്ട് ഉറങ്ങണം. അതിന് നമ്മളെന്തിനാണ് റൂം മുഴുവൻ തണുപ്പിക്കുന്നത്? നമ്മൾ കിടക്കുന്ന അത്രയും പോർഷൻ തണുപ്പിച്ചാൽ പോരെ. ഇപ്പോഴൊക്കെ അതിൻ്റെ വേറൊരു ഫോം ഇറങ്ങിയിട്ടുണ്ട്. ഈ ജപ്പാനിലൊക്കെ നമുക്ക് കിടക്കാവുന്ന ചെറിയ ബുള്ളറ്റ് ഷേപ്പിലുള്ള ബെഡ്സ് ഉണ്ട്, അതിനകത്തേക്ക് കിടക്കാൻ പോവാം. അപ്പം ഇത് 2014 കാര്യം ഞാൻ പറയുന്നത്. അപ്പം സോളാർ AC ബെഡ്. അപ്പം നമ്മുടെ കട്ടിൽ മാത്രം തണുപ്പിക്കുക, ഈ കൊതുകുവല പോലൊരു സാധനം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് കൊതുകും കയറത്തില്ല, ഈ ഏരിയ മാത്രം തണുപ്പിക്കുക. അതിനുവേണ്ടി നമ്മൾ പുറത്തുനിന്ന് കറണ്ട് വേണ്ട. അതിനൊരു 350 വാട്ട്സിൽ ജനറേറ്റ് ചെയ്യാവുന്ന ഒരു സോളാർ സിസ്റ്റം നമുക്ക് മതി. അപ്പം ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു കാട്ടിലായിക്കോട്ടെ, ഒരു മരുഭൂമിയിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും കറണ്ട് ഇല്ലാത്തടത്തും സാധാരണ കരിഞ്ഞില്ല. ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. അങ്ങനെ ഒരു സാമ്പിൾ, ഒരു മോഡൽ പ്രോട്ടോടൈപ്പ് ആദ്യം ചെയ്തു. അതിനകത്ത് ഞാൻ 6 മാസത്തോളം നാട്ടിൽ കിടക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ പലർക്കും സർക്കുലർ വിട്ടു, ഇത് ടേക്കപ്പ് ചെയ്ത് പ്രോഡക്റ്റ് ആക്കാൻ ആർക്കും താല്പര്യമുണ്ട് എന്ന് വരാൻ. പക്ഷേ ആരും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ശരിക്കും ഇതിൽ പാഷനും ടാലൻറ്റും ഉള്ള ഒരാൾ വന്ന് ഇതിനെ ഡെവലപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ $1 ബില്യൺ പ്രോജക്റ്റാക്കി മാറ്റാനുള്ള പൊട്ടൻഷ്യലുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കൺസെപ്റ്റ്സ് നമുക്ക് പല ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് നല്ലൊരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് മാനേജറെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ റിസ്ക്കിയാണ്. കാര്യം ഇതിനുവേണ്ടി നമ്മൾ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഇതെല്ലാം ഫ്ലോപ്പായി പോകും. ഈവൻ ഈ ഡിവിഷൻ ഹെഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ. അപ്പം എനിക്ക് ഇതുവരെയുള്ള പ്രോബ്ലം വെച്ചാൽ ഞാൻ ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെങ്കിലും എനിക്ക് ആ കൺസെപ്റ്റിനെ ടേക്കപ്പ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു കറക്റ്റ് പ്രോജക്റ്റ് മാനേജറെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഈ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ഇപ്പോൾ സ്ഥാപനത്തിൽ ഞങ്ങൾ വളരെ യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. ആദ്യം ഞങ്ങൾ പറഞ്ഞു 28 വയസ്സിന് അപ്പുറം ആവറേജ് ഏജ് ആയിരിക്കണം സ്ഥാപനത്തിൽ. അപ്പോൾ യങ്സ്റ്റേഴ്സിനെ ഓരോ വർഷം 22 വയസ്സുള്ള ആൾക്കാരെ കൊണ്ടുവരും. അപ്പം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി ഈ ആദ്യത്തെ സമയത്തൊക്കെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പല കാരണങ്ങളും കൊണ്ട് എഫിഷ്യൻ്റ് അല്ലാതായി മാറുന്നു. അപ്പോൾ ഇത് ഒരുതരം നല്ല ബ്രാൻഡ് ന്യൂ വണ്ടി പഴകി പോകുന്ന ഒരു സിസ്റ്റമാണല്ലോ. അപ്പോൾ ഞാൻ തിരിച്ചാണ് ആലോചിക്കുന്നത്, ഓരോ വർഷം കഴിയുന്നതോറും ഇവർ ബെറ്ററായില്ല. ഞാൻ എൻ്റെ പെർഫോമൻസ് നോക്കിയപ്പോൾ ഞാൻ പണ്ട് പെർഫോം ചെയ്തതിനേക്കാളും വളരെ നന്നായിട്ട് ഇപ്പം പെർഫോം ചെയ്യുന്നു. കാര്യം ഞാൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഞാൻ പുതിയ ടാർഗറ്റ് സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഗ്രോ ചെയ്യല്ലേ വേണ്ടത്. അപ്പം പലപ്പോഴും നമ്മൾ പറയും, ഓരോരുത്തരും പറയും എഫിഷ്യൻ്റ് അല്ല, എഫിഷ്യൻ്റ് അല്ല പറഞ്ഞു വിടണമെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ വാട്ട് ഈസ് എഫിഷ്യൻസി മെഷർ ചെയ്യാൻ ഒരു സ്കെയിലില്ല. അങ്ങനെയാണ് ഈ FISM എന്ന് പറയുന്ന ഒരു ടൂള് നമ്മൾ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ എഫിഷ്യൻസി ആദ്യം മെഷർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചടങ്ങ്.
അതിനുവേണ്ടി ഒരു ആദ്യം 40 പാരാമീറ്റർ ആയിരുന്നു, ഇപ്പോൾ അതിന് 200ഓളം പാരാമീറ്റർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് സബ്ജക്റ്റായിട്ട് എടുത്തുകൊണ്ട് ഈ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഡിറൈവ് ചെയ്ത് എൻ്റെ ഫോർമുലയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ആദ്യം ഈ 40 പാരാമീറ്റർ അനുസരിച്ചുള്ള ഡേറ്റ എൻട്രി നടക്കണം. അത് നമുക്ക് ഒരു ദിവസം 10 മിനിറ്റ് കൂടുതൽ ഡേറ്റ എൻട്രി നടത്തിയാൽ അതൊരു വേറൊരു ഇൻഎഫിഷ്യൻസി ആയിട്ട് മാറും. അപ്പം ഡബിൾ എൻട്രി വരാത്ത ഒരു 10 ഡേറ്റ ഉപയോഗിച്ചിട്ട് മിനിമം ഒരു 10 മിനിറ്റ് കൊണ്ട് കൊടുക്കാറ്റാവുന്ന ഡേറ്റ അത് വെച്ചിട്ടുള്ള അനാലിസിസും ഫോളോ അപ്പും ചെയ്യുമ്പോൾ നമ്മൾ വേറെ ലെവലിലേക്ക് പോകും. അപ്പോൾ ഇതിനകത്ത് ഇന്നിപ്പോൾ സംഭവിക്കുന്ന ചില 200 പാരാമീറ്റേഴ്സ് ഉള്ളതിൽ പലതും 100ഓളം പാരാമീറ്റേഴ്സും ചില ക്യാരക്ടർ ഡെഫിഷ്യൻസി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഇൻഎഫിഷ്യൻ്റ് ആവാനുള്ള കാര്യം നമ്മുടെ ക്യാരക്ടർ കറക്റ്റ് അല്ല എന്നുള്ളതുകൊണ്ടാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പങ്ക്ച്വാലിറ്റി. കൃത്യമായിട്ട് എവിടെ പോയി കഴിഞ്ഞാലും കൃത്യമായിട്ട് സമയത്തിന് എത്തുന്ന ഒരാൾക്ക് പരാജയപ്പെടാൻ പറ്റത്തില്ല, അവരെ മാറ്റി നിർത്താനും പറ്റത്തില്ല. ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഇന്ന് ഓൾഡ് സ്കൂളിൽ നിന്ന് വരുന്ന കൃത്യം സമയത്തിന് പോകുന്നവരൊക്കെ ഇന്നും ലെജൻസായിട്ട് നിൽക്കുന്നുണ്ട്. കാര്യം ഈ എല്ലാ ഫിലിം മേക്കേഴ്സിനും അറിയാം, അവരൊരു തലവേദനയല്ല, അവർ കൃത്യം സമയം പറഞ്ഞാൽ കൃത്യസമയത്തിന് വരും പോവും, അതിനകത്ത് ഒരു തലവേദനയില്ല. ഇത് പാലിക്കാത്തവരെയാണ് മെല്ലെ മെല്ലെ ഇൻഡസ്ട്രി അടിച്ചു കളയുന്നത്. ഇത് തന്നെയാണ് ഏത് ഇൻഡസ്ട്രിയിലും സംഭവിക്കുന്നത്. കൃത്യനിഷ്ഠയില്ലാതെ പറയുന്ന സമയത്തിന് ജോബ് ഡെലിവറി ചെയ്യാത്തവർക്ക് ഒരു തവണ അല്ല 2 തവണ ജോബ് തരുന്നതിനെ പറ്റിക്കാം. സ്ഥിരമായി കഴിഞ്ഞാൽ ആ വ്യക്തി തന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടായി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടർ ഡെഫിഷ്യൻസീസ് ഓരോന്നായിട്ട് മാറി 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 വരുന്ന രീതിയിലാണ് ഇതിനകത്ത് ഓരോന്നും ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം ചെയ്യുന്നത് 24 മണിക്കൂർ എല്ലാവർക്കും ഈക്വലായിട്ടുള്ള 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിനെ നമ്മൾ ആദ്യം 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. 8 ഫോർ ദ ജോബ്, 8 ഫോർ ദ മൈൻഡ്, 8 ഫോർ ദ ബോഡി എന്നുള്ളതാണ്. ഇത് 3ഉം ബാലൻസ്ഡ് ആകുമ്പോഴേ നമുക്ക് ഒരാൾക്ക് 100% എഫിഷ്യൻ്റ് ആകാൻ പറ്റും. അപ്പം നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവണം. ആ 8 അവേഴ്സ് ഫോർ ബോഡി അതിന് വേണ്ടിയാണ്. അതിന് ഉറക്കം വേണം, എക്സസൈസ് വേണം, മറ്റു കാര്യങ്ങളെല്ലാം വേണം. 8 അവേഴ്സ് ഫോർ ദ ജോബ്, അത് എംപ്ലോയർ നോക്കിക്കോളും. ആ 8 അവേഴ്സ് കൊണ്ട് ഒരു മാസം 240 മണിക്കൂർ കിട്ടും, ഇൻക്ലൂഡിങ് ട്രാവൽ ടൈം. അത് വെച്ചിട്ട് മാക്സിമം എഫിഷ്യൻ്റ് ആവാനുള്ള കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട് അതിനകത്ത്. അത് വെച്ചിട്ട് ജോബ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അത് ഒരു വർക്ക് ലോഡായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഹാപ്പിനെസ്സും വേണ്ട ജോബിൽ നിന്ന്, അതേസമയം അച്ചീവും ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് 5 ഇയർ പ്ലാൻസും 3 ഇയർ പ്ലാന്, 2 ഇയർ പ്ലാൻ പലതായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ മാറ്റിയെടുക്കാം. ഇതുപോലെയാണ് മൈൻഡിനുള്ള 8 അവേഴ്സ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരേണ്ടത്. നമ്മുടെ ലൈഫിൽ നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ ഹാപ്പിനെസ് ആണെന്ന് കരുതുന്നവർ മാത്രമേ മൈൻഡിനുള്ള 8 അവേഴ്സിനെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തെടുക്കത്തുള്ളൂ. അത് വേണമെങ്കിൽ 100 ടാർഗറ്റ്സ് അതിനകത്ത് ഇടാം. അതിനകത്ത് ഡെയിലി ടാർഗറ്റ്സ് ആവാം, വീക്ക്ലി ആവാം, മന്ത്ലി, ആനുവൽ, ബൈ ആനുവൽ, അല്ലെങ്കിൽ 5 ഇയേഴ്സ് ഒക്കെ വെച്ച് പല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ സെറ്റ് ചെയ്യാം. അപ്പം ഇതെല്ലാം അച്ചീവ് ചെയ്യുമ്പോൾ ഇത് ഓരോ അച്ചീവ്മെൻറ്റ് ഓരോന്നും ഹാപ്പിനെസ്സിലേക്ക് നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം ഹാപ്പി ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇതൊരു ടോട്ടലി ഡിഫറെൻറ്റ് പേഴ്സൺ ആവും. ഇപ്പോൾ ഞങ്ങളിത് തുടങ്ങുമ്പോൾ റീവർക്കൊക്കെ 43% ആയിരുന്നു ഞങ്ങളുടെ, 44% മറ്റായിരുന്നു. അത് ഇന്നത് 11% കുറഞ്ഞേക്കുകയാണ്. അപ്പോൾ കാര്യം വെച്ചാൽ ഈ റീവർക്ക് എന്ന് പറയുന്നത് നമ്മുടെ എഫിഷ്യൻസി കുറയ്ക്കുന്നൊരു എലിമെൻ്റാണ്. അപ്പം എല്ലാവരും വളരെ കെയർഫുള്ളാണ്. ഒരു ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ട് ഒരു സാധനം കൊടുക്കത്തുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളുടെ ഡെലിവറബിൾസിനെ സ്വാധീനിക്കും. നമ്മുടെ ടൈം കുറയും. ടൈം കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. ഞാനൊരു 100ഓളം ഗാനങ്ങൾ എൻ്റെ ആൽബമായിട്ടോ സിനിമാ ഗാനങ്ങളായിട്ടോ മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് മെയിൻ സ്ട്രീം ഓസ്കാറിൽ പോയ 3 സോങ്സ് ഞാൻ എഴുതിയതാണ്. അപ്പോൾ എഴുതാനുള്ള കഴിവുണ്ട്, പക്ഷേ അതിനെ ഞാൻ ഡെവലപ്പ് ചെയ്യുകയോ അതിന് ടാർഗറ്റ് സെറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. വല്ലപ്പോഴും ഒന്ന് എഴുതി അങ്ങ് പോകുന്നേ ഉള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം അത് കൃത്യമായിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്താൽ എനിക്ക് വേൾഡ് റെക്കോർഡ് ഇടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് ഞാൻ എഫിസിനകത്ത് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തത്. ഇൻ 5 ഇയർ ഞാൻ വേൾഡ് റെക്കോർഡ് ഇടും, ഞാൻ എൻ്റേതായ സ്ഥാനം ലിറ്റററി മേഖലയിൽ കണ്ടെത്തും. അത് വെച്ച് ഡിസൈൻ ചെയ്താണ് അന്നന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരു 4 വരി കവിത എഴുതുക, മ്യൂസിക് ഇടുക, അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുക. അങ്ങനെ കഴിഞ്ഞ 6.5 വർഷത്തിൽ കൂടുതലായി, 7 വർഷത്തോളം ആവുന്നു നോൺ സ്റ്റോപ്പായിട്ട് എഴുതിയാണ്. 2500-ലേറെ കവിതകൾ എഴുതി. അത് വേൾഡ് റെക്കോർഡ് 1000 ആയപ്പോഴേ വേൾഡ് റെക്കോർഡായി. ഇനിയും ഒരുപാട് ദൂരം പോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഒരു വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഒന്ന് റീവാമ്പ് ചെയ്യണം. അത് എൻ്റെ ഒരു ബേസ് എൻ്റെ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതുണ്ട്. കാര്യം ഞാൻ ജനിച്ചത് കൊല്ലം ജില്ലയിലെ ഒരു അവികസിത ഗ്രാമം, ഒരു ഐക്കരക്കോണം എന്ന് പറയും. അത് പുനലൂർ മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് കറണ്ട് വരുന്നത് ഞാൻ 8ാം ക്ലാസ്സിൽ ആയതിനു ശേഷമാണ്.
അത്രയും പുറകിൽ നിന്ന ഒരു ഗ്രാമമാണ്. തൊഴിൽ പലർക്കും ഇല്ലായിരുന്നു. പണ്ട് മീറ്റർ ഗേജ് പോയിരുന്ന ഒരു സ്ഥലമാണ് പുനലൂർ എന്ന് പറയുന്നത്. അപ്പം പേപ്പർ മില്ല് അടച്ചുപോയി. ആ മേഖലയിലൊന്നും തൊഴിൽ അവസരമില്ല. അവിടെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ച്. അപ്പോൾ എൻ്റെ അച്ഛനാണ് അവിടുത്തെ ഒരു സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ ഉള്ളവരെല്ലാം ഞങ്ങളുടെ അച്ഛൻ്റെ സ്റ്റുഡൻസാണ്, കഴിഞ്ഞ ജനറേഷനിൽ ഉള്ളവരെല്ലാം. അപ്പം എൻ്റെ വീട് അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അത് ഓഫീസാക്കുകയാണ്. അവിടെ നിന്നാണ് സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു ഓഫീസ് അവിടെ നിന്ന് തുടങ്ങി. ഇന്ന് 100-ലേറെ ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ തൊഴിലില്ലാത്ത, അപ്പം മറ്റ് ആണുങ്ങളെല്ലാം നമ്മുടെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് അവിടെ തൊഴിലില്ലാത്ത ഒരു വീട് പോലും ഇല്ല. എല്ലാവർക്കും എന്തെങ്കിലും തൊഴിലുണ്ട്. അതിനെ ഒരു മോഡൽ ഗ്രാമമാക്കുക. അതുകൊണ്ടാണ് ഐക്യരക്കോണത്തെ ഭിക്ഷക്കുരന്മാർ എന്ന് പറഞ്ഞ സിനിമ പോലും ഓസ്കാർ വരെ എത്തിയ സിനിമയാണ്. കാര്യം പണ്ട് ഒരു കാലത്ത് അതൊരു വൈദ്യന്മാരുടെ ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലത്ത് കേരളത്തിലെ ട്രഡീഷണൽ വൈദ്യന്മാരുടെ, കേരളത്തിലല്ല ഇന്ത്യയിലുള്ള ട്രഡീഷണൽ വൈദ്യന്മാരുടെ ഒരു ഹബ്ബാക്കി മാറ്റുക എന്നുള്ള രീതിയിൽ അതിനുള്ള അവരുടെ അസോസിയേഷനോട് ചേർന്ന് ഞങ്ങളതിൻ്റെ ലാൻഡ് കൊടുക്കുന്നുണ്ട്. അവരുടെ ഓഫീസ് അവിടെ ഉണ്ടാവും. ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാവും. ആ നാട്ടിൽ മൊത്തം ഓർഗാനിക് ഫാമിങ്ങിന് ഉള്ള പ്രോജക്റ്റ് ഇപ്പോൾ നടക്കുകയാണ്. ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കരിയർ ഡിസൈൻ എല്ലാ കുട്ടികളുടെയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അവിടെ ഇപ്പോൾ ഇന്ന് ഭിക്ഷക്കാരൊന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഭിക്ഷക്കാരനെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ നൂതനമായ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. ഡാം 999 ഇപ്പം റീ റിലീസിന് ഒരുങ്ങുകയാണ്. അറ്റ്മോസിൽ നല്ല 4K റെസൊല്യൂഷനിൽ നല്ല തിയേറ്ററിൽ നല്ല എഫക്റ്റിൽ കാണിക്കാനുള്ള ശ്രമമാണ്. അത് കാണണം, ജനങ്ങൾ അത് ഒരിക്കൽ കൂടെ കാണണം. കാര്യം ഡാം 999 എല്ലാവരും വിചാരിക്കുന്നത് മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ കുറിച്ചുള്ളതാണ്. മുല്ലപ്പെരിയാർ മാത്രമല്ല, മുല്ലപ്പെരിയാറും അതിലുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അത് ഡാം 999 കണ്ടവർക്കറിയാം. ആ സിനിമ ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു കറപ്ഷൻ ഡാമിനെ കുറിച്ചാണ്. പഴയ കൊളോണിയൽ ഡാമിൻ്റെ മുന്നിൽ പണിയുന്ന കറപ്ഷൻ ഡാമിനെ കുറിച്ചാണ്. ഇപ്പം മുല്ലപ്പെരിയാർ മാറ്റി പണിയുന്നവർ എന്താ ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ മുന്നിൽ ഒരു കറപ്ഷൻ ഡാം പണിയുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അതുണ്ടാക്കാൻ പോകുന്ന ദുരന്തം അതിലും വലുതാണ്. കേരളത്തിൽ ഇന്ന് 10-60-ലേറെ കോൺക്രീറ്റ് ഡാംസ് ഔട്ട്ഡേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇത് മാറ്റുന്നതിനെക്കുറിച്ച് ആരും ആലോചിച്ചിട്ടില്ല. ഇതെങ്ങനെ മാറ്റുന്നതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഈ ഡാമുകളെല്ലാം കറപ്ഷൻ്റെ അങ്ങേ എൻഡാണ്. ഇപ്പോൾ പാലാരിവട്ടം പാലത്തിൻ്റെ ചേട്ടനായിട്ട് ചിലപ്പം വരും. ചിലപ്പം ഇപ്പം പുനലൂരിൽ എൻ്റെ വീട് നിൽക്കുന്നത് തെന്മല ഡാമിൻ്റെ ഫ്രണ്ടിലാണ്. അവിടെ ആ സമയത്ത് പണിത മിക്കവാറും എല്ലാ വീട്ടിൻ്റെയും സിമൻറ്റ് ഈ ഡാമിൽ ഉപയോഗിക്കേണ്ട സിമൻറ്റാണ്. അപ്പം ഡാമിൻ്റെ ലൈഫ് എത്രയായിരിക്കും എന്ന് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. എല്ലാം കൃത്യമായിട്ട് പണിതാൽ 50 വർഷം തൊട്ട് 100 വർഷം വരെ പോകുന്നതാണ് ഡാം കൺസ്ട്രക്ഷൻ. ഇവിടെ ഇനി ഇത് 100 വർഷം നിൽക്കുമെന്ന് തന്നെ കൂട്ടിക്കും. പക്ഷേ 100 വർഷം കഴിഞ്ഞ് അതിനകത്ത് കയറ്റേണ്ട സിമൻറ്റ് കയറ്റിയില്ലെങ്കിൽ അതിൻ്റെ ലൈഫ് കുറയും. ഇനി ആ ലൈഫ് സ്പാൻ വരെ എത്തിയാലും അതിന് ശേഷം എന്തായിരിക്കും? അത് ഇടിഞ്ഞ് വീണല്ലേ പറ്റത്തുള്ളൂ. കോൺക്രീറ്റ് എല്ലാം അങ്ങനെയല്ലേ. ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വീണേ പറ്റത്തുള്ളൂ. അതിനുള്ള റീപ്ലേസ്മെൻറ്റ് എങ്ങനെ ഓൾ ഓഫ് എ സഡൻ നിങ്ങൾക്കൊരു ഡാമിൻ്റെ ഓപ്പറേഷൻ നിർത്താൻ പറ്റും? അത് ഒന്നെങ്കിൽ ഫ്ലഡ് കൺട്രോൾ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ, അങ്ങനെ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ. ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അവിടെ ഒരു എക്കോസിസ്റ്റം ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതെങ്ങനെ ഓൾ ഓഫ് എ സഡൻ നിർത്താൻ പറ്റുന്നത്? അത് ഒരു പുതിയ ഡാം പണിയണമെന്ന് പറഞ്ഞാൽ മുന്നിൽ അതിനുള്ള സ്പേസ് ഉണ്ടാവണമെന്നില്ലല്ലോ. ഓൾറെഡി ഒരു ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഡാം 999 ഒന്നുകൂടെ കാണുമ്പോഴേ ഈ കറപ്ഷൻ ഡാമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഡിസംബറിൽ തീർച്ചയായിട്ടും പോയി കാണാൻ ശ്രമിക്കുക.